ഇത് കണ്ട പഴയ വീടുകൾ, മണ്ണുകൊണ്ടുണ്ടാക്കിയ പഴയ വീടുകൾ. വേണ്ട ആർമീൻ്റെ ഹെലികോപ്റ്റർ ഉണ്ട്, അത്രയും താന്നു പോവാണ് നിങ്ങൾ. അങ്ങനെ ഗൈസ് നമ്മൾ കാരൂരിൽ നമ്മൾ ജാഫറിൻ്റെ കടിക്ക് വന്നതാണ്. അങ്ങനെ ഗൈസ് നമ്മൾ ഫൈനലിൽ എത്തിക്കുന്നു ലേയിൽ. അങ്ങനെ നമ്മുടെ ലേയുടെ മണ്ണിൽ നമ്മൾ കാലുകുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹലോ മിഗോസ് കൊമേസ്താൻ. നമ്മളിപ്പോൾ ഉള്ളത് ഉഫ്ഷിയിലാണ്. നമ്മൾ ഉഫ്ഷിയിൽ ഇന്നലെ സ്റ്റേ ചെയ്തു. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ലഡാക്കിലോട്ടാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ യാത്രയുടെ ഏകദേശം പകുതി ഭാഗത്തോളം കഴിയാനായി. പകുതി ഭാഗം കഴിഞ്ഞു, ഇനി കുറച്ച് ഭാഗമുള്ളൂ, 3/4 ഭാഗം കഴിയാനായി അത്രയ്ക്ക് പറയാം, ഒരു 70%. അപ്പോൾ ഉഫ്ഷിയിൽ നമ്മളൊരു സ്റ്റേ എടുത്തു. 600 രൂപക്ക് നല്ല അടിപൊളി സ്റ്റേ കിട്ടി ഗൈസ്. അപ്പോൾ ഇന്ന് ലഡാക്കിലോട്ടാണ് പോകുന്നത്. ഇത് രാവിലെ തന്നെ ഒരു വർത്തമാനം പറയാൻ നാക്ക് കിട്ടണില്ല, നാക്ക് പേക്കണു. അപ്പോൾ ഇവിടെ നമ്മളൊരു ബായ് ഉണ്ട്, നല്ല ബായിയാണ്. ബായ് ഇങ്ങനെ ബായ് ഇവിടെ ഉണ്ടാറില്ല, ഇത് കാണില്ല. ബൈ 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 ബൈ. അപ്പോൾ നമ്മൾ പോകുന്നു. യെസ്, ഇതാണ് ഉഫ്ഷി മെയിൻ ടൗൺ. ഉഫ്ഷി പറഞ്ഞത് നമ്മൾ പോകുന്നത് കേരള ഹൗസ് ലഡാക്ക്. അതെ, വർഷങ്ങളായിട്ട് ലഡാക്കിൽ സ്ഥിരതാമസമായ ജോഷിനേജിൻ്റെ അടുത്ത് കാട്ടെ. ഇവിടെ ലഡാക്ക് പാക്കേജൊക്കെ ചെയ്യണ. അപ്പോൾ അവർ ഇന്നലെ വിളിച്ചുകൊണ്ട് എന്തിനാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്, ഞങ്ങൾ വണ്ടിയിട്ട് വരങ്ങൾ പോരി മതി നടന്നതെന്നൊക്കെ പറഞ്ഞിട്ടാ. ഞങ്ങൾ പറഞ്ഞു പറ്റൂല, ഞങ്ങൾ ഇന്ന് നടക്കാറാണ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ നടന്നിട്ട് നിങ്ങൾ വൈകുന്നേരം വിളിച്ചോളി, ഇവിടെ അല്ലേ ഞങ്ങൾ അവിടെ ഒന്ന് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞാൽ വേണ്ട, ഞങ്ങൾ മാക്സിമം ദൂരം നടന്നിട്ട് തന്നെ വരാറുണ്ട്. ഇവിടെ 49 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും അത്ര നടക്കാൻ പറ്റൂല, അപ്പോൾ പറ്റുന്നിടത്തോളം നമ്മൾ നടക്കൂ. അതെ, അപ്പോൾ ഇതാണ് ഉഫ്ഷിയിലെ കാഴ്ച. ഉഫ്ഷി എന്ന് പറഞ്ഞാൽ രസമുള്ള, കുഴപ്പമില്ലാത്ത രസമുള്ളൊക്കെ ഒരു ടൗണാണ്. എന്നുവെച്ചാൽ ഉഫ്ഷിൻ്റെ ആ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ അറബ് നാട്ടിലെ ജിദ്ദേൻ്റെ ഒക്കെ കുറേ ഒരു ഭാഗം പോലത്തെ ഭാഗമാണ്. ഞാൻ ജിദ്ദെന്ന് പറഞ്ഞിട്ട് ഷാക്ക് പറഞ്ഞാണ്. പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നു വേണ്ട ഒരു മരുഭൂമി പോലത്തെ പ്രദേശം, അതേ ടൈപ്പുള്ള പെരകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ലേക്ക് 47 കിലോമീറ്റർ. കാരു ലേ പാങ്കോങ്. അങ്ങനെ നമ്മളെ ബായിൻ്റെ ഹോട്ടലിലെത്തി. നമ്മളിവിടെ വന്നതിൻ്റെ നമ്മളിവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയിരിക്കും. നമ്മളിവിടെ വന്നതിന് 4ാമത്തെ വട്ടമാണ് വരുന്നത്. അതും 4 നേരം നമ്മൾ മസാല ദോശ വരുന്നത്. ഇന്നും പ്ലെയിൻ ദോശ, ഇന്നും ദോശയാണ് ഗൈസ്. ഇന്നും ദോശയാണ് ഗൈസ്. ദോശ അത്രക്കാണ് ഇഷ്ടമായി, കിട്ടില്ല ദോശ. പിന്നെ നമുക്ക് ഇതന്നെ വലിയ കിട്ടലാണ് ഗൈസ്. അങ്ങനെ നമ്മളെ ദോശ വന്നു, പ്ലെയിൻ ദോശ. നല്ല കിടിലൻ ദോശയാണ് ഗൈസ്. നമ്മൾ 4ാമത്തെ വട്ടമാണ് തിന്നത്. സാധനം വെച്ചിട്ടാ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഉഫ്ഷിയിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ ലഡാക്കിലേക്കാണ്. സൈഡിൽ ആർമിൻ്റെ എന്തോ ഒരു ഇതാണ് കാണിക്കണില്ല ഗൈസ്. നമുക്ക് നടക്കാം. ഗൈസ് മഴ പെയ്തു. നമ്മൾ എന്നും മര്യാദക്കൊന്നും നടക്കുക വെച്ചാൽ ടോപ്പ് നടക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ നമ്മളെ സാഹചര്യം പ്രതികൂലമായിട്ട് നമ്മൾ തങ്ലിങ്ങില 31 കിലോമീറ്റർ നടന്നു കയറണമെന്ന് വിചാരിച്ചേന്. അപ്പോൾ അത് വെച്ച് മഴ പെയ്തു. അതെ, ഒക്കെ ആയി. ഇന്ന് 49 കിലോമീറ്റർ സുഖമായിട്ട് കാറ്റടിച്ചിട്ട് കുളം തള്ളുകയാണ്. 49 കിലോമീറ്റർ നടക്കാൻ വിചാരിച്ചേ. കാരണം അത്രയും നല്ലൊരു കാലാവസ്ഥയും നല്ല അടിപൊളി തണുപ്പൊക്കെ ഉണ്ട്. പക്ഷേ മഴ പെയ്ത് കണ്ടാലും ആയി. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴേ നമ്മുടെ യാത്ര പറ്റി ചോദിക്കാനുണ്ട്. കേരള ओके गौ केरला है। गौ केरला। अच्छा, पैदल से यात्रा। अच्छा, ये मेरा व्लॉग है यूट्यूब. बाय. നമ്മൾ മഴത്തടക്കണ്ടിട്ട് എവിടേക്കാ പോണേ, എവിടെ നിന്ന് വരുന്നതെന്നൊക്കെ ചോദിച്ചാണ്. നേരത്തെ ട്രക്ക് ഡ്രൈവറും കണ്ടു മഴ പെയ്യുന്നുണ്ട്, നിങ്ങൾ ലിഫ്റ്റ് അടിച്ച് പോയിക്കോളി എന്നൊക്കെ പറഞ്ഞിട്ട്. ഏകദേശം അരമണിക്കൂറോളമായി മഴ പെയ്യാണെങ്കിട്ട്. ഈ മഴ പെയ്യണതല്ല, ഇത് മര്യാദക്ക് പെയ്യണില്ല, അതാണ് കാറ്റാണ് ഇത് മെയിനായിട്ടുള്ളത്. മഴ ചെറുതായിട്ടുള്ളൂ, പക്ഷെ നന്നായിട്ട് ഒന്നെങ്കിൽ ഇത് നല്ലോണം പെയ്യണം, നമുക്ക് വണ്ടി കയറി പോവാം. ഇത് വണ്ടി കയറി പോകാനുള്ള മഴയില്ല,
എന്നാലേറ്റ കാറ്റുണ്ടായിട്ട് നടക്കാനും കഴിയില്ല, അങ്ങനത്തെ ഒരവസ്ഥ. ഇതാണ് ഇവിടുത്തെ ഉഫ്ഷിത്തെ കാഴ്ച. ഈ ഒഴുകുന്നത് ഇൻഡസ് റിവറാണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ കണ്ടിരുന്നു, കറക്റ്റ് അറിയില്ല. ഗൈസ് നമ്മൾ പോകുന്ന വഴിയാണിത്. കണ്ട ഭയങ്കര നീള റോഡ്. നല്ല പണിയാവുന്ന സ്ഥലത്ത് ഒരു കയറിക്കാൻ പോലുള്ള സ്ഥലമല്ല, വിജനമായ വഴി. അതെ, ഭയങ്കര വിജനായിട്ടുള്ള വഴിയാണ്. അതിന് ഗൈസ് നമ്മൾ മെയിൻ ടൗണിലേക്ക് എത്തിക്കാണ്. ഇത് കാര്യമാണെന്ന് തോന്നുന്നു ഗൈസ്, അറിയില്ല. പക്ഷേ അയ്യോ ഇത് മിലിറ്ററിൻ്റെ ഭാഗമാണ്, അതും അറിയാം കേട്ടോ. ഓ ഗൈസ് ഇത് മിലിറ്ററിൻ്റെ ഭാഗമാണ്, ലൈൻ കട്ട് പിന്നെ കാണാം. അങ്ങനെ നമ്മൾ ഏകദേശം 8 കിലോമീറ്ററോളം കവർ ചെയ്തിട്ടുണ്ടാവും നമ്മൾ. ആർമി ട്രക്ക് അതാ പോകുന്നു. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി കാരൂക്ക് ഏകദേശം 6 കിലോമീറ്ററാണ് ഗൈസ്. കാര്യം നമ്മുടെ ടാർഗറ്റ് എടുത്തത് ഒക്കെ ആയിട്ട് പിന്നെ നേരല്ലേ. അങ്ങനെ ഇത് കണ്ട പഴയ വീടുകൾ, മണ്ണുകൊണ്ടുണ്ടാക്കിയ പഴയ വീടുകൾ. വീടാണോ കാട് പോലത്തെ സെറ്റപ്പാണോ അറിയില്ല. അതിൽ കിടിലൻ റോഡാട്ടോ, ബിയാർ ഉണ്ടാക്കിയത് കാര്യം. അതാണ് ഇത്രയും നല്ല റോഡ്. 8 കിലോമീറ്റർ അവിടെ നടന്നു. അതാണ് ഉപ്ഷി 8 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തത്. യെസ്, വേണ്ട ആർമീൻ്റെ ഹെലികോപ്റ്റർ ഉണ്ട്. അത്രയും താന്നു പോവാണ്. നിങ്ങൾ വൈഡിലിട്ടുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരമായിട്ട് കാണുന്നത്, പക്ഷേ ഭയങ്കര താന്നു പോവാണത്. ഒരു കുറേ നേരം ഇങ്ങനെ റൗണ്ട് ചുറ്റണം. ഇവിടെ നമ്മൾ നടന്ന ഭാഗത്ത് ഭൂരിഭാഗം ആർമി ക്യാമ്പ്, ആർമി ട്രെയിനിങ് ക്യാമ്പ്, ആർമികളെ ഇതാണ്. അവിടെയാണ് വീഡിയോ എടുക്കാനത് ഫുൾ അത് തന്നെയാണ്. അങ്ങനെ നമ്മൾ കാരു എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഏകദേശം 19 കിലോമീറ്ററോ കടന്നുണ്ടാവും, 16 അങ്ങനത്തെ കിലോമീറ്റർ. അങ്ങനെ ഗൈസ് നമ്മൾ കാരുവിൽ നമ്മൾ ജാഫറിൻ്റെ കടിക്ക് വന്നതാണ്. ആപ്പിളും അങ്ങനെ. ആപ്പിളിന് എത്ര കിലോ? എത്ര? 250 ഗൈസ്. 2 പീസ് നമുക്ക് തിന്നാൻ. വേണ്ട ഹെലികോപ്റ്റർ പോകണ്ട, അത്രക്ക് എടുത്തുകൂടെ പോകേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് ദൂരമായിട്ട് കാണണേ. ഓരോ വന്നേ ഹെലികോപ്റ്റർ ഓട്ടി പഠിക്കാൻ വന്നേ. കുറേ നേരം ഇവിടെ ഇങ്ങനെ ചുറ്റണു. ഹെലികോപ്റ്റർ ഓട്ടി പഠിക്കാൻ വന്നേ. ഇവിടെ കറണ്ട് ഉണ്ടാക്കണ സംഭവം. അങ്ങനെ ഗൈസ് കാരൂല് ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. വെജ് ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത് ഗൈസ്. പുറത്താണെങ്കിൽ നല്ല മഴയാണ്. ഓക്കെ, കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളെ യാത്ര വീണ്ടും തുടങ്ങി. ഇതാണ് കാരു മെയിൻ ടൗൺ കണ്ടോ. അപ്പോൾ നമ്മൾ മണാലിയിൽ നിന്ന് വന്നിട്ട് തോന്നുന്നു ഇത്രയും നല്ലൊരു ടൗൺ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും എൻ്റെ അറിവിൽ. കാരണം ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും, അധികം സാധനങ്ങളും ഉണ്ട് കണ്ടോ. അപ്പോൾ മെയിൻ ടൗൺ കാര്യമാണ്. ഇനി അടുത്ത മെയിൻ ടൗൺ ലേ ആണ്. ഇവിടെ നിന്ന് ലേക്ക് ഏകദേശം 30 സംതിങ് കിലോമീറ്റർ ഉള്ളൂ. സമയം 3 മണിയായി. ഇന്നത്തോടൊക്കെ നടന്ന് തീരാൻ പറ്റുമോ വെച്ചാൽ ചാൻസ് കുറവാണ്. നമുക്ക് ലിഫ്റ്റ് കിട്ടിയാൽ നമ്മൾ ലിഫ്റ്റ് കയറും. അതെ, ഗൈസ് അങ്ങനെ നമുക്ക് വണ്ടി കിട്ടി ലേക്ക് പോകാനുള്ള. നമുക്ക് വണ്ടി കയറുന്ന വിചാരിച്ചു. ഓക്കെ, നമ്മൾ ഫൈനലി എത്തിക്കുന്നു ലേയിൽ. അങ്ങനെ നമ്മുടെ ലേയുടെ മണ്ണിൽ നമ്മൾ കാലുകുത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലേയിൽ കുത്തിയപ്പോൾ തന്നെ നല്ല കാറ്റും മഴക്കോളൊക്കെയാണുള്ളത്. കണ്ടാ അവിടെയൊക്കെ മൂടി നിൽക്കുകയാണ് മലകളൊന്നായിട്ട്. നല്ലൊരു മഴക്കോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ പോവുകയാണ് ജോഷ്ന ചേച്ചിയുടെ വീട്ടിൽ ഹോം സ്റ്റേക്ക് പോവാണ് ഗൈസ്. ലഡാക്ക് കേരള ഹൗസ് ലഡാക്ക്. യെസ്, ആണ്ട് പോവാണ്. ഇതുണ്ട് അവിടുത്തെ സർവീസ് ബസ്സാണ് ഇത് ഗൈസ്. ഇത് ഇങ്ങനെ ലേ ഗേറ്റ് കടന്ന് നമ്മൾ നടക്കുകയാണ്. ഭയങ്കര പൊടിയും കാറ്റും ഒക്കെയാണ് ഗൈസ്. നല്ലൊരു മഴക്കോളുണ്ട്. പിന്നെ റീലൊക്കെ കണ്ടിരുന്നു ഇവിടെ. എന്താ പറയുക, മണ്ണൊലിച്ച് പോകലും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിക്കാനുള്ള കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു ഗൈസ്.
പോണ്ടി കേട്ടോ. അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് കർത്തുങ്കള ഇവിടുന്ന് കർത്തുങ്കളക്ക് ഏകദേശം 39 കിലോമീറ്റർ ഉള്ളൂ ഗൈസ്. യെസ്, നമുക്ക് പോകാനുള്ള ഇങ്ങോട്ടാണ്. പോവാം. മഴ പെയ്യുന്നുണ്ട് ഗൈസ്, ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട് ഗൈസ്. മഴ പെയ്തു ചെറുങ്ങനെ മഴ പാറ്റുണ്ട്. കച്ചവടക്കാരൊക്കെ ഇടങ്ങാറുമില്ല. പ്ലംസാണിത്. അപ്രിക്കോട്ട പ്ലംസ് അല്ലേ? ആ അപ്രിക്കോട്ടാണ് ഗൈസ്, സോറി അപ്രിക്കോട്ടാണ്. ഇതാണ് ലേ എന്താ പറയുക ടൗൺ മാർക്കറ്റ് എന്നൊക്കെ പറയാം. യെസ്, കച്ചവടക്കാരൊക്കെ കയറി നിൽക്കണം മഴ ഇതിപ്പോൾ. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് ഷോപ്പ് പലതും ഉണ്ട്. എനിക്കത് പറയേണ്ടതെന്ന് നിൽക്കുന്നില്ല, എന്താ അറിയില്ല, കിളി പോയ പോലെയാണ്. പറഞ്ഞാത്തോണ്ട് തോന്നുന്നു, അവർക്ക് റെഡിയില്ല. കിലോ 80 250 ഗ്രാമിന് 80 രൂപ. 250 ग्राम का 80 बोल रहा हूँ। ആപ്രിക്കോട്ടിനൊക്കെ ഇവിടെ നല്ല വിലയാണ്. നമ്മളെ മണാലിയിൽ ആപ്രിക്കോട്ടൊക്കെ ഇങ്ങനെ പറിച്ച് തിന്നതിന് ആപ്രിക്കോട്ടും പിന്നെ പ്ലംസൊക്കെ ഇവിടെ ഭയങ്കര വിലയാണ്. 250 ഗ്രാമിന് 80 രൂപ. കുറവുള്ളവർക്കുണ്ടാവും. ഓ നല്ല ക്യാബേജ്, ഇത് ഫ്രഷാണ് തോന്നുന്നത്. ഇവിടെ ക്യാബേജ് കൃഷി ഒക്കെ കൂടുതലായിട്ടുള്ളതാണ്. ഇതൊക്കെ ഫ്രഷാണ് കേട്ടോ ഗൈസ്, കണ്ടാൽ തന്നെ അറിയാം. ഗൈസ് മഴ കൂടി ഗൈസ്, മഴ കൂടി. 90 മീറ്റർ കൂടി ഉണ്ട്. ലാസ്റ്റ് നല്ല കപ്പില്ല, കുത്താനുള്ള ക്യാറ്റാണ്, ചെറുങ്ങാനുള്ള ഒരു ക്യാറ്റാണ്. ടാനിയിലാണ്. അങ്ങനെ ഗൈസ് നമ്മൾ ജോഷ്ന ചേച്ചിൻ്റെ ഹോം സ്റ്റേയിലെത്തി. ഹോം സ്റ്റേ അല്ല, അപ്പാർട്ട്മെൻറ്റ് സ്റ്റേ ചെയ്യുന്ന സ്ഥലം എന്നിപ്പോൾ ഇതിന് പറയാം, അപ്പാർട്ട്മെൻറ്റിലെത്തി. ഇതാണ് ഗൈസ് നമ്മളെ റൂം. യെസ്, ആൻഡ് ഇതാണ് മെയിൻ ഹാള്. ഇവിടെ ചായ ഇതൊക്കെ ഉണ്ടാക്കാം. ലഡാക്കത്തെ വ്യൂ കാണിച്ചില്ല ഗൈസ്. ലഡാക്കല്ല ലൈറ്റൊക്കെ ഇട്ട് തിളങ്ങി നിൽക്കുന്നുണ്ട്. എന്താ ഇന്നിപ്പോൾ ലഡാക്കിൽ മഴ പെയ്തു. നമ്മൾ വന്ന നല്ല ദിവസമാണ്, മഴയും പെയ്ത്. ലഡാക്കിൽ വർഷത്തിലൊക്കെയാണ് 1, 2, 3 ദിവസമൊക്കെ മഴ പെയ്യൽ. അതിലൊരു ദിവസം ഇപ്പം ഇന്നായി നമ്മൾ വന്നു തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ലഡാക്കിലെ കാഴ്ചകൾ. പിന്നെ ലഡാക്കിലെ വിശേഷങ്ങളായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ജോഷ്നേച്ചിനൊക്കെ നാളത്തെ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ ഗേസ്, ബൈ. അങ്ങനെ ഗേസ് നമ്മൾ ടൈമായി. ഫുഡ് ഉണ്ടാ നല്ല കിട്ടിലും ചാക്കേരി ചോറ്. ഓ മക്കളെ, ഈ സാധനമൊക്കെ നമ്മൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോഴാണ് കിട്ടണത്. പിന്നെ നല്ല ചിക്കൻ കറി, സാമ്പാർ, പുളിശ്ശേരി ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്. ഇന്നൊരു പൊടി പൊളിക്കും. കുറെ കാലത്തിന് ശേഷമാണ് ഇത് കിട്ടുന്നത്. നാട്ടിലത്തെ ഭക്ഷണം. കുറച്ച് അങ്ങനെ എല്ലാതും കുറച്ച് എടുത്തിട്ട് തിന്നിട്ട് വരാം. ഓക്കെ കഴിക്കട്ടെ. ഓക്കെ.